ഹായ് എവർക്കും ട്രാപ്പ് ട്രേഡിംഗ് ഒരു പുതിയ ലൈവ് ട്രാപ്പ് ട്രേഡിംഗ് വീഡിയോയിൽ സ്വാഗതം. ഇന്ന് തീയതി 12 സെപ്റ്റംബർ 2024. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ട്രേഡിംഗ് രീതിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോകളിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സൈഡ് വേസ് മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. മാർക്കറ്റ് ഇന്ന് ഫുള്ളി സൈഡ് വേസ് ആണ്. അതായത് ലൈറ്റ് ആയിട്ടൊന്ന് ഒരു ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം മാർക്കറ്റ് ഫുൾ സൈഡ് വേസ് പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മളൊന്നും ഫസ്റ്റ് മനസ്സിലാക്കി മാർക്കറ്റ് സൈഡ് വേസ് ആണ്. സൈഡ് വേസ് ആയിരിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ടാവും. ഒന്നാമത്തെ കാര്യം, മാർക്കറ്റ് എക്സാക്ട് റെസിസ്റ്റൻസിൽ ചെല്ലുമ്പോൾ, റെസിസ്റ്റൻസ് സോണിലോ റെസിസ്റ്റൻസ് ഏരിയയിൽ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ തിരിച്ച് സപ്പോർട്ട് സോണിലെത്തും. അത് ഇൻട്രാഡേ സപ്പോർട്ട് ആകാം, മേജർ ആയിട്ടുള്ള കഴിഞ്ഞ ഏതെങ്കിലും ലെവൽസ് ആകാം, സോൺസ് ആകാം, എന്തും ആകാം. ഓക്കെ, സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്തും ആകാം. അതിനകത്ത് എത്തുമ്പോൾ അത് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് സൈഡ് വേസ് മാർക്കറ്റിൽ നടക്കുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഈ കാര്യം ഒന്ന് മനസ്സിലാക്കിയെടുത്ത് നമ്മൾ സപ്പോർട്ടിനെ റെസിസ്റ്റൻസിനെയും മനസ്സിലാക്കിയെടുത്തു. ഓക്കെ, അതിനുശേഷം ലാസ്റ്റ് ഡേയിൽ നമുക്ക് നോക്കണം. ലാസ്റ്റ് ഡേയിൽ എൻ്റെ ലൈവ് ട്രേഡിംഗ് വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ ഈ ഏരിയയിൽ നിന്ന് ഷോർട്ട് ചെയ്ത് ചെറിയൊരു പ്രോഫിറ്റ് ക്യാച്ച് ചെയ്തിരുന്നു. അതിന് ഇങ്ങനെയുള്ള ഈ ഒരു മൂവ് വന്നതും ഈ ഒരു മൂവ് താഴത്തോട്ട് വന്നതും ഒക്കെ ഞാൻ ക്ലിയർ ആയിട്ട് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ ട്രേഡ് ചെയ്യുന്നു, എങ്ങനെ ഇതേപോലെ മൂവ് വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൂവിനകത്ത് നോക്കേണ്ടത് ഈ ഒരു മൂവ് വന്നപ്പോൾ ലാസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും വോളിയം നല്ല റൈസിങ് ആണ്. ഓക്കെ, വോളിയം നല്ല രീതിയിൽ റൈസിങ് ആണ്. ഓക്കെ, നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് താഴത്ത് വരുന്നതിനനുസരിച്ച് തന്നെ വോളിയം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാം റൈസിങ് ആണ്, മുകളിലോട്ടാണ് മൂവ് ആകുന്നു. മാർക്കറ്റ് താഴത്തോട്ട് വരുന്നു, അതിനൊപ്പം തന്നെ വോളിയം ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന ഒരു കാര്യം ഇതാണ്. എവിടെയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ പൊസിഷൻസ് ഹ്യൂജായിട്ട് സെല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് മേ ബി കഴിഞ്ഞ ദിവസത്തെ ആകാം, മേ ബി ഇന്നത്തേക്ക് വേണ്ടി അവർ പ്ലാനിങ് ചെയ്യാം. അപ്പം മേ ബി അവർ പൊസിഷൻ എക്സിറ്റ് ചെയ്തു. അപ്പോൾ അവർ ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ, ഓക്കെ, അവരുടെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ എത്തുമ്പോൾ, ഈ ഏരിയയിൽ നിന്നാണ് സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഏരിയയിൽ ഫസ്റ്റ് ഒന്ന് ട്രാപ്പ് ചെയ്തു, പിന്നെ ഈ ഏരിയയിൽ നിന്ന് ക്ലിയർ ഒരു സെല്ലിങ് കറക്റ്റ് താഴ്ത്തു വരികയാണ് ചെയ്തത്. അപ്പോൾ ആ ഏരിയയിൽ എത്തുമ്പോൾ ഒക്കെ നോക്കുക, തിരിച്ച് ആ ഏരിയയിൽ എത്തിയപ്പോൾ മാർക്കറ്റ് ബാലൻസ് പെൻഡിങ് ക്വാണ്ടിറ്റി, ഓക്കെ, ബാലൻസ് പെൻഡിങ് ക്വാണ്ടിറ്റി എന്ത് ചെയ്തു, ഇവിടെ ആക്റ്റീവായി. നോക്കാം, ബാലൻസ് പെൻഡിങ് ക്വാണ്ടിറ്റി ഈ ഏരിയയിൽ എത്തിയതും കണ്ടോ, ഫുള്ളി നോക്കുക, മനസ്സിലാക്കുക, അപ്പോൾ ഫുള്ളി സൈഡ് വേസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫുള്ളി അതായത് ബാലൻസ് പെൻഡിങ് ഓർഡേഴ്സ് എല്ലാം അവർ ഇറക്കിയിരുന്നു. പക്ഷേ റീറ്റെയിലേഴ്സ് ഇതിനൊപ്പം മുകളിലോട്ട് ബൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, മുകളിലോട്ട് ബൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോത്ത് സൈഡിൽ ഒരു വീക്ക്നെസ് ഈ ഏരിയയിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഒന്നാമത്തെ കാര്യം, പ്രീവിയസ് ഡേ ക്ലോസിൽ നിന്ന് ഏകദേശം 280-300 പോയിന്റിന് മുകളിലാണ്. ഓക്കെ, 200-300 പോയിന്റിന് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിന് മുകളിൽ തന്നെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തിരിച്ച് ഇപ്പോൾ മാർക്കറ്റിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന പറഞ്ഞ് താഴത്തോട്ട് സെല്ല് ചെയ്യുന്നവരും, ഓക്കെ, അതിനുശേഷം ഓരോ റൈസിലും ബൈ ചെയ്യുന്നവരുമുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യും, അവർ ഏതെങ്കിലും ഒരു മേജറായിട്ടുള്ള ഏരിയ ലെവൽ, അതായത് ഡേ ഹൈ നോക്കുക, ഇന്നത്തെ ഡേയിലും, ഓക്കെ, ഈ ലോയ്ക്ക് താഴെ അവർ ട്രാപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്, മുകളിലോട്ട് ട്രാപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലോട്ട് മൂവ് ആകുകയാണെങ്കിൽ താഴ്ത്തു വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചെറിയ മൂവ് ഒക്കെ ആയിരിക്കും തരിക, ബട്ട് പെട്ടെന്നൊരു സ്പൈക്ക് ആയിരിക്കും വരും അതിനകത്ത്. ഓക്കെ, ഇങ്ങനെ പോകുമ്പോൾ സ്പൈക്ക് വരും. അപ്പോൾ ചെറിയൊരു 250-300-400 പോയിന്റിൻ്റെയൊക്കെ മൂവേ ഉണ്ടാവുള്ളൂ, ബട്ട് അതിനകത്ത് നല്ല പ്രീമിയം സ്പൈക്ക് ആകാൻ സാധ്യതയുണ്ട്. ബോത്ത് സൈഡിലോട്ടും സ്പൈക്ക് ആകാൻ സാധ്യതയുണ്ട്. ഞാൻ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേയിൽ എന്താ സംഭവിച്ചത്, വോളിയം റൈസിംഗ് ആണ്. ഓക്കെ, മാർക്കറ്റ് താഴ്ത്തു വരുന്നുണ്ട്, വോളിയം റൈസിംഗുമാണ്. പിന്നെ ഇന്നത്തെ നോക്കുകയാണെങ്കിൽ സിനാരിയോ എന്താണ്, ഗ്യാപ്പ് അപ്പ് ആണ് തരുന്നത്. ഓക്കെ, ഗ്യാപ്പ് അപ്പ് തന്നു, നോക്കുക, അതിനുശേഷം വോളിയം നോക്കുക, വോളിയം തീർത്തും കുറയുകയാണ്. ഓക്കെ, മാർക്കറ്റ് നോക്കിയാൽ മനസ്സിലാവും, തീർത്തും കുറയുകയാണ്. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള സൈക്കോളജി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മാർക്കറ്റ് ഒന്നാമത്തെ കാര്യം, ലാസ്റ്റ് ഡേയിൽ ആ സെല്ലിങ് ഏരിയയിൽ എത്തിയപ്പോൾ സെല്ല് ചെയ്യുന്നവരുണ്ടാകാം. ഓക്കെ, അത് ഒന്നാമത്തെ സൈക്കോളജി. ഓക്കെ, സെല്ലി ബാലൻസ് പെൻഡിങ് ഓർഡേഴ്സ് അവിടെ ഈ ഏരിയയിൽ ആക്റ്റീവ് ആയിട്ടുണ്ടാകാം. ഓക്കെ, അങ്ങനെ തന്നെ നോക്കുകയാണെങ്കിലും വീക്ക് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ എന്താണ്. ഓക്കെ, ഇതിനകത്ത് പച്ചയും ചുവപ്പും നോക്കേണ്ട കാര്യമില്ല, വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ബാലൻസ് പെൻഡിങ് ഓർഡേഴ്സ് എല്ലാം ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ടാകാം. അതിനുശേഷം പുഷ് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടാകാം. ഓക്കെ, പുഷ് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ഒരു സ്പൈക്ക് മുകളിലോട്ട് തരാനുള്ള സാധ്യത ഉണ്ടാകാം. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എൻട്രി എവിടെ നിന്നായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്, ഈ ഒരു ലോയ്ക്ക് താഴെ മാർക്കറ്റ് ഒന്ന് പോയി
വരികയാണെങ്കിൽ നമ്മൾ മുകളിലോട്ട്, അതായത് വലിയ ഒരു ക്യാൻഡിൽ താഴത്തോട്ട് വരുന്നത് പോലെ ബ്രേക്ക് ചെയ്യുന്ന പോലെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഏരിയയിൽ നിന്ന് മുകളിലോട്ട് എൻട്രി എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇല്ല അതർവൈസ് മാർക്കറ്റ് ഈ ഏരിയയിൽ നേരിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഷോർട്ട് ചെയ്യും. ഞാൻ ഓൾറെഡി ഷോർട്ടിങ്ങിനുള്ളൊരു ഇതിട്ടിട്ടുണ്ട് ഇതിന് മുകളിൽ. ഓക്കെ, ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ ഞാൻ ഷോർട്ട് ചെയ്യാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് ഷോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് താഴത്തോട്ട് 51,800 PE. നമുക്ക് അതിൻ്റെ ഓർഡേഴ്സ് ഒന്ന് നോക്കാം. ഓക്കെ, കണ്ടോ ഈ ഒരു ഏരിയയിലാണ് ഇട്ടുന്ന ഒരു ഓർഡറുണ്ട്. ഒരു ഓർഡർ പെൻഡിങ് ആണ് 51,800 PE, 135 ക്വാണ്ടിറ്റി ഞാൻ ഷോർട്ട് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ ഇത് നമുക്കൊരു പ്ലാൻ, രണ്ട് ടൈപ്പിൽ പ്ലാൻ വേണം. ഓക്കെ, നമുക്ക് ഇത് മാർക്കറ്റ് ഇവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് താഴത്തോട്ട് പോയി എന്ത് ചെയ്യും, അതായിരിക്കും നമ്മുടെ രണ്ടാമത്തെ പ്ലാൻ. താഴത്തോട്ടാണ് വരുന്നതെങ്കിൽ, നേരിട്ട് താഴത്തോട്ട് വരുന്നതെങ്കിൽ മുകളിലോട്ട് എൻട്രി എടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യും. നേരിട്ട് താഴത്തോട്ട് വന്നാൽ ഞാൻ ഒരിക്കലും സബ്സെപ്റ്റ് ചെയ്യില്ല. നേരെ ഇതൊന്ന് മുകളിലോട്ട് പോകട്ടെ, ബിക്കോസ് ഇതൊരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നത്. സോ അവരൊന്ന് റിമൂവ് ചെയ്യാം, മേ ബി നല്ല രീതിയിൽ തന്നെ സ്പൈക്ക് മുകളിലോട്ട് തരാനും സാധ്യതയുണ്ട്. അത് ജസ്റ്റ് നേരിട്ട് സ്പൈക്ക് ചെയ്താൽ ഞാൻ എടുക്കില്ല. ഒന്ന് താഴത്തോട്ട് വരുന്നത് പോലെ കാണിക്കണമെങ്കിൽ മാത്രം ഞാൻ മുകളിലോട്ട് എൻട്രി എടുക്കുകയുള്ളൂ. ഓക്കെ, ഇത് സൈക്കോളജി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇങ്ങനെ തന്നെയൊക്കെയാണ് ചെയ്യുന്നത്. അവരിൽ നല്ല നല്ല സെറ്റപ്സ് ഉണ്ട്, വലിയ വലിയ ആൾക്കോ ട്രേഡേഴ്സ് ഉണ്ട്. അവർ ഇതേപോലെയുള്ള കോംപ്ലിക്കേറ്റഡായുള്ള ഇൻഡിക്കേറ്റേഴ്സ് അത് ഇതൊന്നും നോക്കിയിട്ടില്ല. അവർ സിമ്പിളായിട്ടുള്ള ഫിബൊനാച്ചി ലെവൽസ് അല്ലെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അതിനെ തന്നെ ബേസ് ചെയ്യുക. നമ്മൾ മാർക്കറ്റ് കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കാതിരിക്കാൻ ശ്രമിക്കുക. ചാർട്ടിനെ ഒന്ന് റീഡ് ചെയ്യുക. ചാർട്ട് നമ്മളോട് പല കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇട്ടിട്ട് പോയ ചില പാറ്റേൺ ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ഇട്ടിട്ട് പോയ ചില തുരുമ്പുകളുണ്ടാവും. അതിനെ നമ്മൾ കണ്ടെത്തിയാണ്. തുമ്പുകളുണ്ടോ, ആ തുമ്പിനെ നമ്മൾ കണ്ടെത്തിയാണ് ചെയ്യേണ്ടത്. ആ തുമ്പിനെ കണ്ടെത്തിയാണെങ്കിൽ നമുക്ക് ട്രേഡിംഗ് വളരെ ഈസി ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം ഇനി എന്താണ് മാർക്കറ്റ് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ 2 ലോജിക്ക് ഞാൻ പറഞ്ഞു, ഞാൻ ട്രേഡ് എടുക്കാൻ സാധ്യതയില്ല. അതിനകത്ത് ഓൾറെഡി ഒരു ട്രേഡിൻ്റെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഓർഡർ. ഈ ഏരിയയിൽ എത്തിക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ മുകളിലോട്ട് സ്പൈക്ക് തരുന്ന പോലെ കാണിക്കുകയാണെങ്കിൽ താഴത്തോട്ട് ഷോർട്ടാവും. പിന്നെ മാർക്കറ്റിലെല്ലാം പ്രിഡിക്ഷനാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. മാർക്കറ്റിൽ ലോകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡർ വിചാരിക്കുകയാണെങ്കിൽ 500, 600, 700 പോയിന്റൊക്കെ ബാങ്ക് നിഫ്റ്റി നിസ്സാരമായിട്ട് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അത് ബോത്ത് സൈഡിലോട്ട്. ഓക്കെ, നമ്മൾ നമ്മുടെ തീരുമാനത്തിനനുസരിച്ച് മാർക്കറ്റ് വന്നില്ല എന്നോർത്ത് ഫോം അടിച്ച് ചുമ്മാ ചാടി കയറി ട്രേഡ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ഇതേപോലെ എൻ്റെ സെറ്റപ്പിൽ വന്നെങ്കിൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുള്ളൂ. ഇല്ലെങ്കിൽ അതർവൈസ് ഞാൻ ഇന്നത്തെ ട്രേഡിങ് അങ്ങനെ ഒഴിവാക്കും. ഞാൻ ചാടി കയറി ഒന്നും എൻട്രി എടുക്കാൻ പോകുന്നതല്ല. എനിവേ നോക്കാം നമുക്ക് ഇനി എന്താ സംഭവിക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ പ്ലാൻ അനുസരിച്ച് മാർക്കറ്റ് താഴത്തോട്ടാണ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇതിന് താഴെ ബ്രേക്ക് ചെയ്തു. ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ ആക്ച്വലി ഇവിടെ ഒരു ഓർഡർ ഇട്ട് വെക്കേണ്ടതായിരുന്നു, ഏകദേശം ഒരു 30-40 പോയിന്റ് താഴെ. ബട്ട് ഞാൻ ഒരല്പം മുകളിലോട്ട് കയറിയിട്ടാണ് ഞാൻ എൻട്രി എടുത്തിരിക്കുന്നത്. ഞാൻ ഹാഫ് ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഞാൻ ആദ്യത്തെ പ്ലാൻ ഈ ഹൈക്ക് എബോവ് പോവുകയാണെങ്കിൽ ഷോർട്ട് ചെയ്യാനായിട്ടായിരുന്നു. ബട്ട് മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്, നേരിട്ട് താഴത്തോട്ട് സ്പൈക്കാണ് തന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജസ്റ്റ് ഞാനതിൻ്റെ പൊസിഷൻസ് ഒന്ന് കാണിച്ച് അതിൻ്റെ ബാക്കി ബാലൻസ് പറയാം. ഓക്കെയാണെന്ന് മനസ്സിലാക്കാം. ഏകദേശം 75 ക്വാണ്ടിറ്റി 50-700. ഓക്കെ, 50-700ൻ്റെ 75 ക്വാണ്ടിറ്റിയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ബാക്കി ഒരു 75 ക്വാണ്ടിറ്റിയും കൂടി മാർക്കറ്റ് ഒന്ന് സൈഡ് വൈസ് ആയാലും ഈ ഏരിയയിൽ ഒന്നുകൂടി താഴത്തോട്ടൊന്ന് പുഷ് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാൻ താഴത്തുനിന്ന് ബാലൻസ് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുള്ളൂ. അതർവൈസ് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് സ്ലോ ആൻഡ് സ്റ്റഡി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത് പോകാനുള്ള സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ റീസൺ എക്സാക്റ്റ് നമുക്ക് ഇപ്പം രണ്ടാമത്തെ സൈക്കോളജി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ സൈക്കോളജി എന്താണ്, മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എക്സാക്റ്റ് പ്രീവിയസ് ഡേ ഇന്നലത്തെ ആ റെസിസ്റ്റൻസ് ഏരിയയിലെത്തി മറിയൊരു കണ്ടിന്യൂ ബാലൻസ് പെൻഡിങ് ഓർഡേഴ്സ് കൊണ്ടുവരികയാണ്. അപ്പോൾ ബാലൻസ് പെൻഡിങ് ഓർഡേഴ്സ് കൊണ്ടുവരികയാണ്. അപ്പം ഈ നോക്കണ്ട ഈ എക്സാക്റ്റ് സപ്പോർട്ടിൽ ബൈ ചെയ്യുന്നവരെ മാർക്കറ്റിൽ നിന്ന് അവർ സ്റ്റോപ്പ് ലോസ് ഒന്ന് ഹണ്ട് ചെയ്തു. ഓക്കെ, ലിക്വിഡിറ്റി ഏരിയയിൽ അവർ ലിക്വിഡിറ്റി എടുത്തു. ഓക്കെ, ആ ഏരിയയിൽ ലിക്വിഡിറ്റി എടുത്തു. സോ ഇനി സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് ഇവിടെ 5-10 മിനിറ്റ് 15 മിനിറ്റ് എന്നതിന് ശേഷം മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലോട്ട് മൂവ് ആകാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. ഓക്കെ, ഇത് മുകളിലോട്ടായിരുന്നു നേരിട്ട് ബ്രേക്ക് ചെയ്തിരുന്നത്, ഞാൻ മുകളിൽ നിന്ന് താഴത്തോട്ട് ഷോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതായിരുന്നു 2 പ്ലാൻ. നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മൾ കാത്തിരിക്കുക. ഞാൻ ചെയ്തൊരു തെറ്റ്, ഞാനിവിടെ ഒരു ഓർഡർ ഇട്ട് വെച്ചില്ല, അതായിരുന്നു ഞാൻ ചെയ്ത തെറ്റ്. ബിക്കോസ് മാർക്കറ്റ്
മേ ബി ഇത്രയും നല്ലൊരു ബയേഴ്സ് ഈ ഏരിയയിൽ വന്നതുകൊണ്ട്. അപ്പോൾ ഈ റേഞ്ചിന്റെ ബ്രേക്ക് ഡൗൺ താഴത്തോട്ടാണ് തന്നത്. അപ്പം മേ ബി പറയാൻ പറ്റില്ല ഇത് എത്രത്തോളം താഴത്തോട്ട് വരും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ താഴത്തോട്ട് മാർക്കറ്റ് വരുമ്പോൾ ഞാൻ ഒരിക്കലും പെട്ടെന്നൊരു എൻട്രി ഇട്ട് വെക്കില്ല. ഓക്കെ, എന്തുള്ള റീസൺ എന്ന് വെച്ചാൽ മാർക്കറ്റ് മേ ബി ചിലപ്പോൾ ക്വിക്ക് ആയിട്ട് ഇങ്ങനെ താഴത്തോട്ട് അങ്ങ് പോകും. അപ്പം നമ്മൾ പെട്ടെന്ന് എൻട്രി കിട്ടി നമ്മൾ ലോസിൽ കാത്തു നിൽക്കേണ്ടി വരും. സോ നമ്മൾ ഇങ്ങനെ ഒരു റിജക്ഷൻ കണ്ടോ, ഇത്രയും വലിയൊരു ക്യാൻഡിൽ ഉണ്ടാക്കി നോക്കേണ്ടത് ഇങ്ങനെയാണ്. ഇത്രയും വലിയൊരു ക്യാൻഡിൽ ഉണ്ടാക്കി അതിന് 50% റിജക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് അവിടെ മനസ്സിലാക്കാം. സോ ഈ ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാൻ വേണ്ടി മാത്രം വന്ന ഒരു മൂവ് ആണത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഏരിയയിൽ എവിടെയെങ്കിലും ഒരു വീക്ക്നെസ് നോക്കി അല്ലെങ്കിൽ നമുക്കൊരു പെട്ടെന്ന് തന്നെ എൻട്രി എടുക്കുകയോ അല്ലെങ്കിൽ ഒന്നരൽപ്പം വെയിറ്റ് ചെയ്ത് കുറച്ചുകൂടി മാർക്കറ്റിന് പുഷ് ചെയ്ത് താഴത്തോട്ട് പോകുന്ന പോലെ കാണിക്കുമ്പോൾ എൻട്രി എടുക്കുകയോ ചെയ്യാം. അപ്പം അതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞ 2 ലോജിക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു. പൊസിഷൻസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഏകദേശം ചെറിയൊരു ലോസിലാണ് നിൽക്കുന്നത്, പ്രശ്നമില്ല. 75 ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ ബൈ ചെയ്തിട്ടുള്ളൂ. ഞാൻ ബൈ സൈഡിലോട്ട് 75 ക്വാണ്ടിറ്റി മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ വെക്കാറുള്ളൂ. ഫുൾ ക്വാണ്ടിറ്റി ഞാൻ ഷോർട്ട് സൈഡിലോട്ട് മാത്രമേ ഫുൾ ക്വാണ്ടിറ്റി വെക്കുള്ളൂ. ബൈ സൈഡിലോട്ട് എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല ഇത്ര സൈഡ് വേസ് മാർക്കറ്റുകളിൽ. ബിക്കോസ് വരാം, മേ ബി പോകാം. ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റ് ഒരു അല്പം കൂടി താഴ്ത്ത് വരികയാണെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ ബാലൻസ് ക്വാണ്ടിറ്റി മുകളിലോട്ട് മൂവായി. പൊസിഷൻ നോക്കിയാണെങ്കിൽ നിയർലി 3 പോയിന്റ് ഏകദേശം 50 പോയിന്റിന്റെ പ്രീമിയം നമുക്ക് ഇവിടുന്ന് ഇതുവരെ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 50-60 പോയിന്റിന്റെ നല്ലൊരു മൂവ്, ഒരു സ്പൈക്ക് മുകളിലോട്ട് തന്നിരുന്നു. ബട്ട് ഞാൻ പ്രതീക്ഷിച്ചത്ര സ്പൈക്ക് വന്നിട്ടില്ല. ഒരല്പം കൂടി മുകളിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയയിലോ ഒക്കെ എൻ്റെ ടാർഗറ്റ് ഒരല്പം വലുതാണ്. പക്ഷേ ഞാൻ ആ ടാർഗറ്റ് വരെയൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് 100 പോയിന്റിനെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രീമിയം ക്യാച്ച് ചെയ്യണമെങ്കിൽ, അതായത് ഡേ ഹൈക്ക് എബോ മാർക്കറ്റ് ഒന്ന് പുഷ് ചെയ്യണമെങ്കിൽ, മുകളിലോട്ടൊന്ന് പുഷ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു പുഷ് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ആവും. അല്ല അതർവൈസ് തൊട്ടടുത്ത റെസിസ്റ്റൻസിലോ മാർക്കറ്റ് ഇവിടുന്ന് സ്ലോ ആൻഡ് സ്റ്റഡി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഏരിയയിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ അതർവൈസ് മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ഈ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു മുകളിലോട്ട് മൂവ് ആകാനുള്ള സ്പേസ് ഉണ്ട്. ഓക്കെ, മുകളിലോട്ട് മൂവ് ആകാനുള്ള സ്പേസ് ഉണ്ട് മാർക്കറ്റിന്. ഇപ്പം ഈ ട്രാപ്പ് ചെയ്ത് വന്ന മൂവാണ്, ലിക്വിഡിറ്റി ഹണ്ട് ചെയ്ത് വന്ന മൂവ് ആയതുകൊണ്ട് തന്നെ സ്ലോ ആൻഡ് സ്റ്റഡി ഇതിങ്ങനെ മൂവ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സോ ഞാൻ എന്തൊക്കെയായാലും ഒരു സ്പൈക്ക് ഏകദേശം 100 പോയിന്റിന്റെ പ്രീമിയം ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുകയോ അതർവൈസ് കോസ്റ്റിലോ എക്സിറ്റ് ആക്കാനാണ്. അത് ഞാൻ എൻ്റെ എൻട്രിയിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്, കോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മൂവ് വരികയാണെങ്കിൽ ഓക്കെ 100 പോയിന്റിൽ ഞാൻ എക്സിറ്റ് ചെയ്യും. അതർവൈസ് കുറച്ചും കൂടി ഞാൻ മുകളിലോട്ട് നോക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കോസ്റ്റ് ഞാൻ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അപ്പോൾ ലോജിക്ക് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. പൊസിഷൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, 4K ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, എനിവേ എന്തും ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല. ഇത് മാർക്കറ്റാണ് ഏതെങ്കിലും ഡയറക്ഷനിലോട്ട് മൂവ് ആകാം. അപ്പോൾ നമ്മളിപ്പം വിചാരിക്കും നമുക്ക് ഇത് മുകളിലോട്ട് പോകുന്നു, പക്ഷെ ഒരിക്കലും പോകാനുള്ള ചിലപ്പോൾ മേ ബി ഏതെങ്കിലും ട്രേഡ് വിചാരിക്കുന്നത് താഴത്തോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു വട്ടം നമ്മുടെ ഫേവറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോസിൽ പോകേണ്ട കാര്യമില്ല. ഓക്കെ, ഒരു വട്ടം നമ്മുടെ ഫേവറിൽ 50 നമ്മൾ എത്രയാണ് ഉദ്ദേശിച്ച് 50 ക്വാണ്ടിറ്റി 50 പോയിന്റോളം നമുക്ക് പ്രീമിയം ക്യാച്ച് ചെയ്യാൻ പറ്റിയെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും അത് ഹോപ്പിലിരിക്കാൻ പാടില്ല. കോസ്റ്റിൽ മാർക്കറ്റ് വരട്ടെ, നമ്മുടെ ഫേവറിൽ വരട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ പോട്ടെ, മുകളിലോട്ട് പോട്ടെ, കുഴപ്പമില്ല. എന്തുകൊണ്ടല്ലോ ആകാം. മാർക്കറ്റിനെ കൂടുതൽ ജഡ്ജ് ചെയ്യാൻ പോകരുത്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത രീതിയിൽ വന്നെങ്കിൽ ഓക്കെ, എൻട്രി എടുത്ത് ഓക്കെ. അതർവൈസ് കൂടുതൽ ജഡ്ജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ റോങ് ആകാനുള്ള സാധ്യത കൂടുതൽ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ മൂവ് ആയിട്ടുണ്ട്. ഏകദേശം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 210 പോയിന്റിന്റെ മൂവ് ആയിട്ടുണ്ട്. ഏകദേശം നമ്മൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 11,000 രൂപ. ഓക്കെ, 11,000 രൂപ അവിടെ ഇതായിട്ടുണ്ട് നമുക്ക്. ഓക്കെ, പ്രോഫിറ്റ്. ഇപ്പം മാർക്കറ്റ് കുറച്ചും കൂടി ഒന്ന് പുഷ് ചെയ്യാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റിനകത്ത് ഇങ്ങനെ ഒരു ഇതേപോലെ സൈഡ് വേസ് മാർക്കറ്റിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. ജസ്റ്റ് വോളിയം നോക്കുക, ഏത് സൈഡിലോട്ട് ബ്രേക്ക് ഡൗൺ തരുന്നു, അതിന് മുന്നത്തെ ബിഹേവിയർ ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിത് നോക്കിയത് മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫേവറിലോട്ട് വരുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ മൂവ് ആവുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഏകദേശം 100 പോയിന്റിന്റെ പ്രീമിയം, ഓക്കെ, സംതിങ് ഇന്റർനെറ്റ് ഇഷ്യൂ ആണ്. ഓക്കെ, പ്രീമിയം ക്യാച്ച് ചെയ്തു. ഓക്കെ, 100 പോയിന്റിന് എബോവ് നമുക്ക് വേണ്ടി നമ്മൾ വെറും 75 ക്വാണ്ടിറ്റി, ഞാൻ ബൈ സൈഡിലോട്ട് വെറും 75 ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എനിവേ എന്തെങ്കിലും മാർക്കറ്റ് നല്ല ഫേവറിലായിട്ട് ക്വിക്കായിട്ട് മൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി റീറ്റെയിലേഴ്സ് ഇതിന് താഴെ റീടെസ്റ്റിൽ വരാൻ നിർത്തും. ഓക്കെ, റീറ്റെയിലേഴ്സ് ഈ ഏരിയയിൽ റീടെസ്റ്റ് ചെയ്യാൻ കാത്തിരിക്കും. പക്ഷെ അത് അവർക്കങ്ങനെ അവസരം മാർക്കറ്റ് കൊടുക്കില്ല. അത് ഇതേപോലെ തന്നെ സ്പൈക്ക് തരും, നല്ല രീതിയിൽ തന്നെ സ്പൈക്ക് തരും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു സൈഡ് വേസ് മാർക്കറ്റിലൊരു സീക്രട്ട് ആണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മുടെ പൊസിഷൻ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞു തരാനുണ്ട്. നല്ല രീതിയിൽ തന്നെ നല്ല ഫേവറിൽ പോയി 15,000 15K വെറും 15 ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ, 75 ക്വാണ്ടിറ്റി കൊണ്ട് നമുക്ക് ഇത്രയും ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു പുഷും കൂടി ഉണ്ടാകും മുകളിലോട്ട്. നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ്. ഓക്കെ, ഇതാണ് സ്പൈക്ക്. ഇതേപോലുള്ള നല്ല സ്പൈക്ക് വേണം വരണം. 320 പോയിന്റ്സ് നമുക്ക് ഓൾറെഡി ക്യാച്ച് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇനഫ്.
ഓക്കെ, അത്ര 15,000 രൂപ. 15K വെറും 75 ക്വാണ്ടിറ്റി വെച്ച് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. വെറും 75 ക്വാണ്ടിറ്റി വെച്ച് 15,000 രൂപ ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളിത് തന്നെ ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല. അങ്ങനെ എല്ലാവരെ കൊണ്ടും പറ്റും. ഈ കാര്യങ്ങളൊന്നും വലിയ ഇതൊന്നുമല്ല. ബട്ട് നിങ്ങളൊന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ട്രേഡിംഗ് രീതിയെ നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം മതി. വെറും അവരവരുടെ ട്രേഡ് എടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ അവർ കഴിഞ്ഞ ദിവസങ്ങളിലോ എന്തെങ്കിലും ഒരു പോയിന്റ് അവർ വിട്ടിട്ടുണ്ടാകും. പോയിന്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ചാർട്ടിനെ നല്ല രീതിയിലൊന്ന് റീഡ് ചെയ്യാൻ മനസ്സിലാക്കിയെടുത്താൽ മതി. ആ ചാർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് മൂവ് ആകുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ ഇതിനപ്പുറത്തോട്ട് വേണം. ഇന്നഫാണ്. എനിക്കിപ്പോൾ 15K 75 ക്വാണ്ടിറ്റിയിലൊക്കെ അത് വളരെ കൂടുതലാണ്. അതായത് 200 പോയിന്റ്. ഓക്കെ, 200 പോയിന്റിനെ പ്രീമിയം എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. സോ ഇറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ ഇതൊരു സൈഡ് വേസ് മാർക്കറ്റിലെ ഒരു ട്രേഡിംഗ് ടെക്നിക്സ് ആണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. ഞാൻ എങ്ങനെയാണ് ട്രേഡ് ചെയ്ത് ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ തന്നെ പറയുന്നത്, ഞാൻ തന്നെ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയത്തില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ട്, അതിന് നോട്ട് ചെയ്യുക. ആ നോട്ട് ചെയ്തതിന് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങളുടേതായ ട്രേഡിംഗ് സെറ്റപ്പിനനുസരിച്ച് ഉണ്ടാവും, നല്ല രീതിയിൽ തന്നെ പുഷ് ചെയ്യുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഇതേപോലത്തെ ഒരു പുഷ് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, അത് എങ്ങനെ ഞാനൊന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നു? എല്ലാവർക്കും ഒന്നും ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതൊന്നും വലിയ ടഫുള്ള പരിപാടിയാണ്. എന്നാലും ചെറുതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതേപോലെ വലിയ വലിയ മൂവ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അടുത്ത വീഡിയോയിൽ കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.